ക്ഷേത്രാധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ അമ്മമാരുടെ പങ്ക്, അമ്മമാർക്ക് വിശേഷമായിട്ട് ഒരു പങ്കുമില്ല. മനുഷ്യന്മാർക്ക്, ഭക്തന്മാർക്ക് ഒരേ പങ്ക്. പ്രത്യേകിച്ച് അമ്മമാരോട് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്നവർക്ക് വിരോധാവും എന്നെനിക്കറിയാം. നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. പല ക്ഷേത്രങ്ങളിലുണ്ട് മാതൃസമിതി എന്നൊരു സാധനം. എനിക്ക് ഒട്ടും യോജിപ്പില്ല. എന്താ കാരണം വെച്ചാൽ അവർക്ക് മുഖ്യ വിഷയങ്ങൾ ചിന്തിക്കാനോ തീരുമാനിക്കാനോ നടപ്പിലാക്കാനോ ഒരു അധികാരവും ഇല്ല. അതൊക്കെ പുരുഷന്മാരുടെ കമ്മിറ്റി ചെയ്യും. എവര് വല്ല ഗണപതി ഹോമത്തിന് 10 റുപ്യേൻ്റെ ചീട്ടും കൊണ്ട് നടക്കുക, പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുക, പൂമാല കെട്ടുക, ഇതൊക്കെയാണ് തെറ്റാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഭക്തന്മാർക്ക് ഒരേ അധികാരമായിരിക്കണം. അവർ മുഖ്യ കമ്മിറ്റിയിൽ മെമ്പർമാരാവണം. മാതൃസമിതി ഉണ്ടാവട്ടെ, അതിനെനിക്ക് വിരോധമില്ല. എങ്കിൽ പിതൃസമിതി വേറെ ഉണ്ടാവണം. ഒരു മാതൃസമിതി ഇരിക്കട്ടെ, ഒരു പിതൃസമിതി ഇരിക്കട്ടെ. പക്ഷെ ക്ഷേത്ര ഭരണത്തിൽ ആണ് പെണ്ണ് വ്യത്യാസം ഉണ്ടാവരുത്. എല്ലാവരും ചേർന്നതായിരിക്കണം. ഭാരവാഹി സ്ഥാനത്തേക്ക് എല്ലാവർക്കും വരാനുള്ള സാധ്യത വേണം. പക്ഷെ പല ക്ഷേത്രങ്ങളിലും പുരുഷന്മാർക്ക് മാത്രമാണ് അധികാര സ്ഥാനങ്ങളിലേക്ക് പ്രവേശം. മറ്റത് മാതൃസമിതി എന്നൊരു സാധനം എഴുന്നള്ളിച്ച് അവിടെ വെച്ചേക്കും. എൻ്റെ സഹോദരിമാരെ, എൻ്റെ അമ്മമാരെ, അതിന് നിൽക്കരുതേ. ഇവിടുന്ന് പരിക്ക് പറ്റാണ്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം കൂടുതലും പുരുഷന്മാരാണ്. അതുകൊണ്ട് ഭക്തന്മാർക്ക് തുല്യ പങ്കാണ് ക്ഷേത്ര നടത്തിപ്പിൽ ആയിരിക്കണം.